നമസ്കാരം. സുഭാഷിതം. ദീപോ ഭക്ഷയതേ ധ്വാന്തം കജ്ജലം ച പ്രസൂയതേ യദന്നം ഭക്ഷയേന്നിത്യം ജായതേ കർമ്മ താദൃശം. ഇവിടെ സംഭവിക്കുന്നത് വിളക്കുണ്ടല്ലോ, നമുക്കറിയാം വിളക്ക് ഇരുട്ടുള്ള സമയത്താണല്ലോ നമുക്ക് വിളക്കിൻ്റെ ആവശ്യകത വരുന്നത്. ഇലക്ട്രിക് ബൾബിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. വിളക്ക് ഇരുട്ടിനെ ഭക്ഷിച്ചിട്ട് കരിയെ വിസർജിക്കുന്നു, കരിയെ അത് പുറത്തേക്ക് തള്ളുന്നു. അപ്പോൾ വിളക്ക് കത്തിക്കുമ്പോൾ പുറത്തേക്ക് തള്ളുന്നത് എന്താണ്? കരിയാണ്. അത് സ്വീകരിക്കുന്നത്, ഇരുട്ടിനെ സ്വീകരിച്ച് വിളക്ക് കരിയെ പുറത്തേക്ക് തള്ളുന്നു. ഇതുപോലെയാണ് യദന്നം ഭക്ഷയെ നിത്യം, നമ്മൾ നിത്യം കഴിക്കുന്ന ഭക്ഷണത്തിന് അനുസൃതമായിട്ട് ഉള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ ഉണ്ടാവുന്നത് എന്നാണ് ഈ സുഭാഷിതം അർത്ഥമാക്കുന്നത്. നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ കർമ്മമണ്ഡലത്തിൽ നമ്മൾ കഴിക്കുന്ന ആ ആഹാരത്തിൻ്റെ, ആ ഭക്ഷണത്തിനനുസൃതമായ രൂപങ്ങളും പ്രവർത്തികളുമൊക്കെ വരും എന്ന് ഇവിടെ സുഭാഷിതം സൂചിപ്പിക്കുകയാണ്.